ഒപെക്കിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ സംഭവിക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങൾ. എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കരുത്തുറ്റ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നും പിന്മാറാനുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തീരുമാനം കേവലം ഒരു രാജ്യത്തിന്റെ പടിയിറക്കമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിന്നിരുന്ന എണ്ണ വിപണിയിലെ സൗദി ആധിപത്യത്തിനുള്ള കനത്ത പ്രഹരം കൂടിയാണ്. ഇറാൻ യുദ്ധത്തിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ മെയ് 1 പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നതിനും ഇന്ത്യയെ പോലുള്ള വൻകിട ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒപെക്കിന്റെ സ്ഥാപക അംഗമല്ലെങ്കിലും 1971 മുതൽ ഈ സംഘടനയുടെ നെടും തൂണായി നിന്ന രാജ്യമാണ് UAE. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഉൽപാദന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എണ്ണവില കൃത്രിമമായി ഉയർത്തി നിർത്താനുള്ള സൗദി അറേബ്യയുടെ കർശന നിലപാടുകളോട് UAEക്ക് വിയോജിപ്പുണ്ടായിരുന്നു. സ്വന്തം എണ്ണശേഖരം പരമാവധി പ്രയോജനപ്പെടുത്തി സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന UAEക്ക് ഒപെക്കിന്റെ കടുത്ത ഉൽപാദന കോട്ടകൾ വലിയ തടസ്സമായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് സംഘടനയിൽ നിന്നും പുറത്തു പോകാൻ അബുദാബി തീരുമാനിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഇരട്ടി മധുരമാണ് നൽകുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ തങ്ങളുടെ ആവശ്യത്തിന്റെ 85%-ലധികം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഇതിൽ വലിയൊരു ഭാഗം ഒപെക് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. UAE ഒപെക്കിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും മോചിതമാകുന്നതോടെ ഇന്ത്യക്ക് കൂടുതൽ എണ്ണ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. ഒപെക് നിശ്ചയിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ നേരിട്ടുള്ള ഉഭയകക്ഷി കരാറുകളിലൂടെ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് സാധിക്കും. UAEയുടെ ഈ നീക്കം ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എണ്ണ ഇറക്കുമതിക്കായി ചിലവാക്കുന്ന ഭീമമായ തുകയിൽ കുറവുണ്ടാകുന്നത് രാജ്യത്തിന്റെ ധനക്കമ്മി കുറയ്ക്കാൻ സഹായിക്കും. പെട്രോൾ, ഡീസൽ വിലകളിൽ ഉണ്ടാകുന്ന നേരിയ കുറവ് പോലും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സാധാരണക്കാരന്റെ പോക്കറ്റ് ചോരാതിരിക്കാനും സഹായിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധനായ സൗരവ് മിത്രയെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ UAE എന്നും ഒരു വിശ്വസ്ത പങ്കാളിയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. UAEയും ഇന്ത്യയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എണ്ണ മേഖലയിലെ ഈ പുതിയ മാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. ഒപെക്കിന്റെ നിബന്ധനകളില്ലാതെ ഇന്ത്യയുടെ തന്ത്രപരമായ എണ്ണശേഖരത്തിലേക്ക് കൂടുതൽ ഇന്ധനം എത്തിക്കാൻ UAEക്ക് കഴിയും. ഇത് യുദ്ധസമാനമായ സാഹചര്യങ്ങളിലോ ആഗോള വിപണിയിലെ തടസ്സങ്ങളിലോ ഇന്ത്യക്ക് വലിയൊരു സുരക്ഷാ കവചമായി മാറും. ഒപെക്കിനെ സംബന്ധിച്ചിടത്തോളം UAEയുടെ പിന്മാറ്റം വലിയൊരു പ്രതിസന്ധിയാണ്. സംഘടനയുടെ ആകെ ഉൽപാദന ശേഷിയുടെ 13% കൈകാര്യം ചെയ്തിരുന്നത് UAE ആയിരുന്നു. ഒപെക് പ്ലസിലെ പ്രമുഖ ശക്തിയായ റഷ്യയും യുദ്ധത്തിൽ തളർന്നു നിൽക്കുന്ന ഈ വേളയിൽ UAEയുടെ പടിയിറക്കം സംഘടനയുടെ ആഗോള സ്വാധീനം ഗണ്യമായി കുറയ്ക്കും. വില നിയന്ത്രിക്കാനുള്ള ഒപെക്കിന്റെ കഴിവിനേക്കാൾ വിപണിയിലെ മത്സരത്തിന് ഇത് വഴി തുറക്കും. ഈ മത്സരം സ്വാഭാവികമായും ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യക്ക് അനുകൂലമായി മാറും. എങ്കിലും ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തുടരുന്നുണ്ട്. UAE ഉൽപാദനം വർദ്ധിപ്പിച്ചാലും അത് സുരക്ഷിതമായി ഇന്ത്യൻ തീരങ്ങളിൽ എത്തിക്കുക എന്നത് പ്രധാനമാണ്. നിലവിൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതം സങ്കീർണമാണ്. എന്നാൽ UAEയുടെ പുതിയ നയം ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകനായ നരേന്ദ്ര തനേജയെ പോലുള്ളവർ അഭിപ്രായപ്പെടുന്നത്. ചുരുക്കത്തിൽ ഒപെക്കിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റം ആഗോള ഇന്ധന വിപണിയിലെ പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണ്. സൗദിയുടെ കടുംപിടുത്തങ്ങളിൽ നിന്നും മാറി സ്വതന്ത്രമായ വ്യാപാര നയത്തിലേക്ക് UAE നീങ്ങുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒന്ന് ഇന്ത്യയായിരിക്കും. ന്യൂഡൽഹിയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ഈ അബുദാബി വിപ്ലവം കാരണമാകും. വരും മാസങ്ങളിൽ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയുടെ വളർച്ചാഗതിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.